ദൈവത്തിൻ്റെ പരിപാലന രുചിച്ചറിഞ്ഞ സങ്കീർത്തകൻ ആ ചിറകിൻ കീഴിൽ അഭയം തേടുന്നതിനെപ്പറ്റി നിരവധി തവണ പ്രാർത്ഥനകളിലൂടെ വിവരിക്കുന്നുണ്ട്. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ, അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. സങ്കീർത്തനം 17:8. സങ്കീർത്തനം 61:4. ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നും വസിക്കട്ടെ, അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. സങ്കീർത്തനം 91:4. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും, അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും, അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. ദൈവം തൻ്റെ ജനത്തെ എപ്രകാരം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രവാചകനും വ്യക്തമാക്കുന്നുണ്ട്. പക്ഷി തൻ്റെ ചിറകിൻ കീഴിൽ എന്ന പോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കും. അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും. യെശയ്യ 31:5. നമ്മോടൊപ്പം നടന്ന് നമ്മുടെ ഓരോ ചുവടുവയ്പ്പുകളിലും നമ്മെ പരിപാലിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെയാണ് ഈ വചനങ്ങളിലെല്ലാം നമ്മൾ കണ്ടുമുട്ടുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ആ ദൈവത്തെ അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും ഞാനും നിങ്ങളും മടി വിചാരിക്കുന്നത്? ചിന്തിക്കേണ്ടിയിരിക്കുന്നു.